PM ശ്രീയിൽ മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ CPI ധാരണാപത്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന ആവശ്യത്തിൽ നേതാക്കൾ ഉറച്ചുനിന്നു. പദ്ധതിയുടെ തുടർ നടപടികൾ പരിശോധിക്കാൻ സബ് കമ്മിറ്റിയെ നിയോഗിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തള്ളി. സബ് കമ്മിറ്റിയെ വെക്കുകയാണെങ്കിൽ അതുവരെ ധാരണാപത്രം മരവിപ്പിക്കണമെന്നാണ് CPIയുടെ ആവശ്യം. വിഷയത്തിൽ ചർച്ചകൾ തുടരും. തീരുമാനമായില്ലെങ്കിൽ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് CPIയുടെ തീരുമാനം. CPI സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട്. ആ സംസാരം വളരെ കോടിയലായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം ഇന്നലെ അറിയിക്കും. We asked the Chief Minister to freeze the MOU or to withhold that MOU. It should not be taken up in any circumstance. This is what we have said. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ശ്രീജിത്താണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാൻ CPI തീരുമാനിച്ചു എന്ന കാര്യം, അതിന് എക്സിക്യൂട്ടീവിന്റെ അംഗീകാരം കൂടി മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ആ തീരുമാനം ഇന്ന് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരിക്കുകയാണ്. പറയൂ ശ്രീജിത്ത്. ദിലീപ്, CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ഇന്ന് ആലപ്പുഴയിൽ ചേർന്നത്. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുമായി 1 മണിക്കൂർ ചർച്ചയും നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിലും കാര്യങ്ങൾക്ക് പരിഹാരമായില്ല. മുഖ്യമന്ത്രി വെച്ച പരിഹാര നിർദ്ദേശം എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയെപ്പറ്റി പഠിക്കാൻ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ നിയോഗിക്കാം. ജനുവരി 30-നകം ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് നൽകട്ടെ. അതുവരെ അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയം തണുപ്പിച്ച് നടപ്പിലാക്കിയെടുക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം CPI പാടെ തള്ളിക്കളഞ്ഞു. ക്യാബിനറ്റ് സബ് കമ്മിറ്റി എന്ന നിർദ്ദേശം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിയോട് ബിനോയ് വിശ്വം വ്യക്തമാക്കി. CPIയുടെ തീരുമാനവും അതുതന്നെയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയോട് CPI ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെക്കാനുള്ള നിർദ്ദേശത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതുവരെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം മരവിപ്പിച്ചു നിർത്തണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതാണ് അല്പം മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്ത ദേശീയ ജനറൽ സെക്രട്ടറി D. രാജയുടെ പ്രതികരണത്തിലുമുണ്ട്. ഫ്രീസ് ഓർ എന്ന കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ CPIയുടെ ആവശ്യം ധാരണാപത്രം ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നവരെ മരവിപ്പിച്ചു നിർത്തണം, അതിന്മേൽ യാതൊരു നടപടികളും പാടില്ല എന്നതാണ്. എന്നാൽ അത് സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് സ്വീകാര്യമായില്ല. അങ്ങനെയാണ് CPI തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും വരുന്ന ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുത്തത്. കഴിഞ്ഞ സെക്രട്ടറി യോഗം തന്നെ ഈ തീരുമാനം എടുത്തിരുന്നു. നമ്മളത് റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്തായാലും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതുകൂടാതെ ഇന്ന് മറ്റൊരു ശ്രദ്ധേയമായ സംഭവം കൂടി, നീക്കം കൂടി CPIയുടെ ഭാഗത്തുണ്ടായി. CPIയുടെ 4 മന്ത്രിമാരും ഒപ്പിട്ട ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറിയിട്ടുണ്ട്. അതായത് ക്യാബിനറ്റ് യോഗത്തിൽ PM ശ്രീ പദ്ധതിയുടെ കാര്യം ആരാഞ്ഞപ്പോൾ മൗനം പാലിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്നീട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് തങ്ങളോട് കാട്ടിയ വഞ്ചനാപരമായ സമീപനമാണ്. തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന വികാരമാണ് തങ്ങൾക്കുള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിസഭാ യോഗത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരം പാർട്ടി സബ് കമ്മിറ്റികളെ അറിയിച്ചു. എന്നാൽ 16-ാം തീയതി തന്നെ ഒപ്പിട്ടു എന്ന വിവരമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുള്ള കത്ത് CPIയുടെ 4 മന്ത്രിമാരും ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറി. വിവരങ്ങൾ നൽകിയത് R. ശ്രീജിത്ത്. CPIയുടെ നിർണായക തീരുമാനങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഒന്ന്, മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നതിനുള്ള CPIയുടെ തീരുമാനം. മറ്റൊന്ന്, അതൃപ്തി അറിയിച്ചുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ള മന്ത്രിമാരുടെ കത്ത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. ഈ 2 സംഭവങ്ങളാണ് CPI എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉണ്ടായത്. വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും R. ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.